സ്പെയിനിലെ ബാഴ്സലോണയിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ സഗദ്ര ഫെമിലിയ ബസിലിക്കയിലെ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലിയോ പാപ്പ ആശീർവദിക്കും. ജൂൺ 6 മുതൽ 11 വരെ നടക്കുന്ന ചരിത്രപരമായ അപ്പസ്തോലിക യാത്രയുടെ ഏറ്റവും സവിശേഷമായ നിമിഷമായിരിക്കും ജൂൺ 9 നടക്കുന്ന ഈ ചടങ്ങ്. ദേവാലയത്തിന്റെ വിഖ്യാത ശില്പി അന്തോണി ഗൗഡിയുടെ 100ാം ചരമവാർഷിക വേളയിലാണ് പ്രധാന ഗോപുരത്തിന്റെ ആശീർവാദം നടക്കുന്നത് എന്നത് ചടങ്ങിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. വിശ്വാസത്തിന്റെയും കലയുടെയും അതുല്യമായ ഒരു സംഗമ ഭൂമിയാണ് സഗാദ്ര ഫെമിലിയ ബസിലിക്ക. നിർമ്മാണം ആരംഭിച്ച് ഒരു നൂറ്റാണ്ടിലധികമായിട്ടും ഇന്നും പൂർത്തിയാകാത്ത ഈ മഹാത്ഭുതം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും വിശ്വാസികളെയും ഒരേപോലെ ആകർഷിക്കുന്നു. ദൈവത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആന്റണി ഗൗഡിയാണ് ഗോതിക് ശൈലിയോട് തന്റെ ക്രിയാത്മകമായ ആശയങ്ങൾ ചേർത്തുവെച്ച് ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തത്. സ്വർഗവും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ പ്രതീകമായി പിരമിഡ് രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1882 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണത്തിനായി തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഗൗഡി സമർപ്പിച്ചു. തന്റെ അവസാനത്തെ 12 വർഷക്കാലം ഈ പ്രൊജക്റ്റിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയത്. എന്നാൽ 1926 ഉണ്ടായ ഒരു ട്രാം അപകടത്തിൽ ഗൗഡി അകാലത്തിൽ അന്തരിച്ചതോടെ നിർമ്മാണം പ്രതിസന്ധിയിലായി. അദ്ദേഹത്തിന്റെ മരണത്തിന് 100ാം വാർഷികം തികയുന്ന ഈ വേളയിലാണ് ബസിലിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് പൂർത്തിയായി ലോകത്തിന് സമർപ്പിക്കപ്പെടുന്നത്. 6 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ 4 വിശുദ്ധ കുർബാനകളും 12ഓളം പ്രഭാഷണങ്ങളും മാർപ്പാപ്പ നടത്തുന്നുണ്ട്. ജൂൺ 6 മാഡ്രിഡിൽ എത്തുന്ന അദ്ദേഹത്തെ ഫിലിപ്പ് 6ാമൻ രാജാവ് റോയൽ കൊട്ടാരത്തിൽ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, പാർലമെന്റ് അംഗങ്ങൾ, സാംസ്കാരിക സാമൂഹിക നേതാക്കൾ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സന്ദർശന വേളയിൽ മാഡ്രിഡിലെ ഭവനരഹിതരുടെ അഭയകേന്ദ്രവും ബാഴ്സലോണയിലെ ഒരു ജയിലും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ജൂൺ 11 ലിയോ പാപ്പ കാനറി ദ്വീപുകളിലേക്ക് തിരിക്കും. യൂറോപ്പിലേക്കുള്ള അറ്റ്ലാന്റിക് പാതയിലൂടെ എത്തുന്ന അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും പ്രധാന ഇടത്താവളമാണിത്. വിശ്വാസം, ഐക്യം, കാരുണ്യം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ആഭിമുഖ്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന ലിയോ പാപ്പയുടെ ഈ സ്പെയിൻ യാത്ര ആഗോളതലത്തിൽ തന്നെ വലിയ ജനശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ സഗദ്ര ഫെമിലിയിലെ പ്രധാന ഗോപുരം പാപ്പ ആശീർവദിക്കുമ്പോൾ അത് ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും എന്നതിൽ തർക്കമില്ല.